ഈ വീഡിയോയിൽ കാണുന്ന ബോഡി ബിൽഡറിനെ നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കും. വളരെ പ്രശസ്തനായ ഈ ഫിറ്റ്നസ് മോഡലിന്റെ പേര് സെർജി കോൺസ്റ്റൻസ് എന്നാണ്. നല്ല ഉയരവും വെൽ ബിൽറ്റ് ബോഡിയുമുള്ള ഇയാൾക്ക് പ്രത്യക്ഷത്തിൽ ഒരു കുറവുമുണ്ടെന്ന് തോന്നില്ല, അല്ലേ? പക്ഷെ ഇത്രയ്ക്കുണ്ടായിട്ടും ഇയാൾ നമ്മളിൽ പലരുടെയും പോലെ അപകർഷതാ ബോധം, അതായത് തന്റെ രൂപത്തെപ്പറ്റി ഇൻസെക്യൂരിറ്റീസ് ഉള്ള ഒരാളാണ്. നിങ്ങൾക്ക് പലപ്പോഴും പൊക്കം കുറഞ്ഞുപോയി, തടി കുറഞ്ഞുപോയി, അല്ലെങ്കിൽ തടി കൂടിപ്പോയി, നിറം കുറഞ്ഞുപോയി എന്നൊക്കെയുള്ള പലതരം ഇൻസെക്യൂരിറ്റീസും തോന്നാറുണ്ട്. ഇതൊക്കെ മാറ്റി കോൺഫിഡൻ്റ് ആയ ഒരാളായി മാറാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഐ ആം റെഡി ടു ചേഞ്ച് എന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന മാറ്റം തിരിച്ചറിയാൻ കഴിയും. പക്ഷേ ഈ ബോഡി ബിൽഡറിനെ പോലെ പ്ലാസ്റ്റിക് സർജറി ചെയ്തുകൊണ്ടുള്ള ഒരു മാറ്റമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത്ര നല്ല ശരീരമുള്ള ഈ ഫേമസ് ബോഡി ബിൽഡർ അയാളുടെ മുഖത്തിന് ഭംഗി കുറവാണ് എന്ന് തോന്നിയതുകൊണ്ട് അയാൾ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് തൻ്റെ മുഖം ഇങ്ങനെയാക്കി മാറ്റി. നമുക്കൊരു പക്ഷേ ഇത്തരം ബോഡി ബിൽഡേഴ്സിനെ കാണുമ്പോൾ ഒരിക്കലും അവരെ പോലെ ആവാൻ കഴിയില്ല എന്ന തോന്നലായിരിക്കും ഉണ്ടാവുന്നത്. പക്ഷേ ഇത്ര നല്ല ബോഡിയുള്ള ആൾക്കും മുഖത്തെ പറ്റി ഇൻസെക്യൂരിറ്റി തോന്നി സർജറി ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരന് തൻ്റെ രൂപത്തെപ്പറ്റി തോന്നുന്ന അപകർഷതാ ബോധം എത്ര മാത്രമാണെന്ന് പറയാതെ തന്നെ അറിയാം. ഭാഗ്യവശാൽ നമുക്കിങ്ങനെ സർജറി ഒന്നും ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഇത്തരം ബുദ്ധിമോശം കാണിക്കുന്നില്ല എന്ന് മാത്രം. ഇതുപോലുള്ള ഇൻസെക്യൂരിറ്റിയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പോയിന്റ് 1. ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും മറ്റുള്ളവർ പറയുന്നത് കേട്ട് സ്വന്തം ശരീരത്തിൽ പരീക്ഷണങ്ങൾ നടത്തരുത് എന്നതാണ്. നമ്മൾ ചെറുപ്പത്തിൽ ആരോടെങ്കിലും ജിമ്മിൽ പോയി തുടങ്ങുന്നതിനെ പറ്റി അഭിപ്രായം ചോദിച്ചാൽ അവർ പറയും, ഈ ചെറിയ പ്രായത്തിൽ ജിമ്മിൽ പോയാൽ പിന്നെ പൊക്കം വയ്ക്കില്ല, വലുതായിട്ട് പോയാൽ മതിയെന്ന്. പക്ഷെ ഇത് സത്യമാണോ അല്ലയോ എന്ന് നമ്മൾ അന്വേഷിക്കാറില്ല. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെപ്പറ്റി നമുക്ക് തന്നെ ഒരു അവബോധം ഉണ്ടാവുക എന്നത് അത്യാവശ്യമാണ്. നമുക്ക് മാറ്റാൻ പറ്റുന്നതും പറ്റാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആദ്യം കുറച്ച് നിരാശ തോന്നിയാലും പിന്നീട് യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. അത് മനസ്സിലാക്കി ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇത്തരം ഇൻസെക്യൂരിറ്റീസിനെ വെച്ച് സ്വന്തം ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് ലാഭം നേടുന്ന, നിങ്ങളെ കബളിപ്പിക്കുന്ന ആളുകളുടെ വലയിൽ ചെന്ന് ചാടും. അതുകൊണ്ട് നിങ്ങൾ ശരീരത്തെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. യു കാൻ കൺട്രോൾ യുവർ ഹൈറ്റ്. നിങ്ങളുടെ ഉയരം പൂർണ്ണമായും നിങ്ങളുടെ ജെനറ്റിക്സിനെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പൊക്കം കൂട്ടാനോ കുറയ്ക്കാനോ കഴിയില്ല. നിങ്ങൾക്കുണ്ടാവേണ്ട അത്രയും ഉയരം നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഇല്ലെങ്കിലും ഉണ്ടാവും. നിങ്ങൾക്ക് 20 വയസ്സായി വളർച്ച പൂർത്തിയായ ശേഷം നിങ്ങളുടെ പൊക്കം അധികം കൂടില്ല. ഹൈറ്റ് വെക്കുന്നത് നിന്ന ശേഷം പിന്നെ അത് ഒരിക്കലും കൂട്ടാൻ കഴിയില്ല. അത് കഴിയും എന്ന് പറയുന്ന ആളുകളെ ഒരിക്കലും വിശ്വസിക്കരുത്. അടുത്ത പോയിന്റിലേക്ക് പോകും മുമ്പ് ഒരുപാട് പുരുഷന്മാർ നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തെപ്പറ്റി പറയട്ടെ. അത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഉണ്ടാവുന്ന പെർഫോമൻസ് ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠയാണ്. പാസ്റ്റ് ട്രോമ, നെഗറ്റീവ് തോട്ട്സ്, ആത്മവിശ്വാസക്കുറവ് തുടങ്ങി ഒട്ടനവധി കാരണങ്ങൾ കൊണ്ട് യുവാക്കളിൽ ഇത്തരത്തിലുള്ള ഒരു ആങ്സൈറ്റി കണ്ടുവരാറുണ്ട്. ഇതുകൊണ്ട് എറക്ടൈൽ ഡൈസ്ഫങ്ഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. എറക്ടൈൽ ഡൈസ്ഫങ്ഷൻ മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് മാൻഷുർ അപ്രൈറ്റ് സപ്ലിമെന്റ്. ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തപ്പോൾ പണ്ട് കാലം മുതലേ ലൈംഗിക ആരോഗ്യം മെച്ചപ്പെടുത്താനും നിലനിർത്താനുമായി ഉപയോഗിച്ചിരുന്ന നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് മനസ്സിലായി. അതിലൊന്നാണ് ബ്ലിങ്ങിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനായി സഹായിക്കുന്ന മഗർധ്വാജ്. കൂടുതൽ സമയം ഇറക്ഷൻ ഉണ്ടാവാനും നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിച്ച് നിങ്ങളെ ആക്റ്റീവ് ആവാനും അതുവഴി പെർഫോമൻസ് ആങ്സൈറ്റി മറികടക്കാനും സഹായിക്കും. പിന്നെ മാൻഷുർ അപ്രൈറ്റ് സപ്ലിമെന്റിലുള്ള മറ്റൊരു ഇൻഗ്രീഡിയന്റ്, പ്രാചീന കാലം മുതലേ നാച്ചുറൽ എനർജി ബൂസ്റ്ററായി ഉപയോഗിച്ചിരുന്ന ശിലാജിത്ത് നിങ്ങളുടെ സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പിന്നെ ഇതിലുള്ള അഗർകാര സെക്ഷൽ ഫംഗ്ഷനിങ് ഇംപ്രൂവ് ചെയ്യാനും എറക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും സ്പെം കൂട്ടാനും സഹായിക്കും. ഈ ക്യാപ്സൂൾ കൊണ്ട് എറക്ടൈൽ ഡൈസ്ഫങ്ഷൻ മാനേജ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ സ്ട്രെസ്, ആങ്സൈറ്റി എന്നിവ കുറയ്ക്കാനും കഴിയും. അഡൽട്സിന് ഇത് ദിവസവും 2 നേരം കാലത്തും വൈകിട്ടും ഓരോന്ന് വീതം ആഹാരത്തിന് ശേഷം കഴിക്കാം. ഇതിനോടൊപ്പം തന്നെ എക്സസൈസ്, യോഗ എന്നിവ കൂടി ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി മെൻഷർ ആപ്പ് വഴി ഫ്രീ ആയി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ആശങ്കകൾ ഇല്ലാതെ നിങ്ങളുടെ സെക്ഷൽ ലൈഫ് പൂർണ്ണമായി എൻജോയ് ചെയ്യാം. അതിനായി താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് മെൻഷർ അപ്രൈറ്റ് ക്യാപ്സ്യൂൾസ് വാങ്ങുക. യുവർ ഫേസ് കളർ കനോട്ട് ബി ചേഞ്ച്ഡ്. ഫെയർനെസ് ക്രീം തേച്ചതുകൊണ്ട് നിങ്ങളുടെ മുഖത്തിന്റെ നിറം മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് നിറം കൂട്ടാൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങളുടെ ചർമ്മം, അതായത് സ്കിൻ ഹെൽത്തി ആക്കാനായി നാച്ചുറലായ സ്കിൻ കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ നാച്ചുറലായ നിറത്തിൽ തന്നെ നിങ്ങളുടെ മുഖത്തിന്റെ ഗ്ലോ കൂട്ടാൻ കഴിയും. നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. പക്ഷേ മാറ്റാൻ പറ്റാത്തത് പൈസ മുടക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അത് അപകടം ക്ഷണിച്ചു വരുന്നത് പോലെയാണ്.
നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ പൊക്കം കൂട്ടാനും കുറയ്ക്കാനും പറ്റില്ല. പക്ഷേ കാലിൻ്റെ എല്ലൊടിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സർജറി വഴി കുറച്ച് ഹൈറ്റ് കൂട്ടാൻ കഴിയും. പക്ഷേ ഇതൊരുപാട് റിസ്ക്കുള്ള ഒരു പ്രൊസീജിയറാണ്. നിങ്ങളുടെ കാലിൻ്റെ ശേഷി തന്നെ കുറഞ്ഞു പോയേക്കാം. അതുപോലെ തന്നെ മുഖം കൂടുതൽ ഭംഗിയുള്ളതാക്കാനായി പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മുമ്പുണ്ടായിരുന്ന ഭംഗി കൂടി പോയ ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സാഹസങ്ങൾ ഒഴിവാക്കുക. പോയിന്റ് 2. രണ്ടാമത്തെ പോയിന്റ്, നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നതും പറ്റാത്തതുമായ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക എന്നതാണ്. നിങ്ങൾക്ക് വ്യായാമം ചെയ്തുകൊണ്ട് നിങ്ങളുടെ മസിൽസ് കുറച്ചെങ്കിലും ബിൽഡ് ചെയ്യാൻ കഴിയും. അതുപോലെ വണ്ണം കുറയ്ക്കാനും കഴിയും. പക്ഷേ ഈ പുറമേ കാണുന്ന ശരീരം മാത്രമല്ല നിങ്ങളെന്ന വ്യക്തിയുടെ മികവിൻ്റെ അളവുകോൽ. കാരണം ഭംഗിയും ഉയരവും ആരോഗ്യമുള്ള ശരീരവും ഒക്കെ പ്രകൃതി തരുന്ന വരദാനം മാത്രമാണ്. അതുള്ളതുകൊണ്ട് മാത്രം ഒരാളും മഹാനാവുന്നില്ല. ഇതൊന്നുമില്ലാതെ സ്വന്തം ബുദ്ധിയും കഴിവും കൊണ്ട് മാത്രം ജീവിതത്തിൽ വിജയം നേടിയ ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കുറവുകളെ ഓർത്ത് കരയാതെ നിങ്ങളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുക. മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കാതെ നിങ്ങൾ എന്താണോ അതായി തന്നെ ജീവിക്കുക. ഒരാൾക്ക് കുടുംബപരമായി ഒരുപാട് സമ്പത്ത് കൈവന്നു എന്ന് കരുതുക. ഒട്ടും അധ്വാനിക്കാതെ നേടിയ ഈ സ്വത്തിൽ അഹങ്കരിക്കുന്ന ഒരാളെ ഒരിക്കലും നമ്മൾ അംഗീകരിക്കില്ല. മറിച്ച് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ സ്വയം എന്തെങ്കിലും നേടിയെടുത്ത ഒരാളെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. അതുകൊണ്ട് ഉയരവും വണ്ണവും സൗന്ദര്യവുമുള്ള ആളിൽ ഇതൊന്നുമല്ലാതെ വേറെ എന്തെങ്കിലും കഴിവുണ്ടോ എന്ന് നോക്കുക. അല്ലാതെ അവർക്ക് ജന്മനാൽ ലഭിച്ച ബാഹ്യരൂപം മാത്രം കണ്ട് അവരുടെ പിന്നാലെ പോവുകയോ അവരെ പോലെ ആകാൻ കഴിയില്ല എന്ന് ആലോചിച്ച് വിഷമിക്കുകയോ ചെയ്യരുത്. ഒരാൾക്ക് നിങ്ങളിൽ കൂടുതൽ പൊക്കമുണ്ടെന്ന് കരുതി അവരെ പേടിക്കേണ്ട ആവശ്യമില്ല. അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ഉയരം കുറഞ്ഞുപോയി എന്ന് കരുതി ഒതുങ്ങി നിൽക്കേണ്ട കാര്യവുമില്ല. നിങ്ങളുടെ പൊക്കക്കുറവ് ഒരു കുറവേയല്ലെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അതൊരു കുറവാണ് എന്ന് നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന, നിങ്ങളെ കളിയാക്കുന്ന ആളുകളെ ഒരിക്കലും വിശ്വസിക്കരുത്. അവർക്കൊന്നും ചെയ്യാതെ തന്നെ കിട്ടിയ ഒന്നാണ് പൊക്കം എന്നത്. അതുകൊണ്ട് അതിൻ്റെ പേരിൽ അഹങ്കരിക്കാനും അത് കുറവുള്ള ഒരാളെ കുത്തിനോവിക്കാനും അവർ മുതിരുന്നുവെങ്കിൽ അതവർക്ക് ഈ ഉയരമല്ലാതെ വേറെ ഒരു കഴിവും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. ഇതുതന്നെയാണ് സൗന്ദര്യത്തിൻ്റെയും നിറത്തിൻ്റെയും എല്ലാം കാര്യത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആളുകളുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കരുത്. അതിനാദ്യം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ ആത്മവിശ്വാസം വേണം. പോയിന്റ് 3. ഇനി പറയാനുള്ളത് കുറച്ച് ആത്മീയമായ ഒരു കാര്യമാണ്. നിങ്ങളൊരു ശരീരം മാത്രമല്ല, അതിനുള്ളിൽ ഉള്ള ഒരു തേജസ് കൂടിയാണ് എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുക. അതുകൊണ്ട് പണം, സൗന്ദര്യം, അധികാരം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ അമിതമായ ആസക്തി ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് നീണ്ടകാലം സംതൃപ്തിയും സന്തോഷവും നൽകാൻ കഴിയുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തുക. നിങ്ങളുടെ വ്യക്തിത്വം, അതായത് പേഴ്സണാലിറ്റി ഏറ്റവും മികച്ചതാക്കാനായി പരിശ്രമിക്കുക. നിങ്ങളുടെ ഏതൊരു കുറവും മറികടക്കാനുള്ള ഒരു മാർഗമാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്നത്. അതിലൂടെ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസിനെയെല്ലാം മറികടന്നുകൊണ്ട് കോൺഫിഡൻ്റ് ആയ ഒരാളായി മാറാനും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാനും നിങ്ങൾക്ക് കഴിയും.